നമസ്കാരം. ഞാൻ KN ഉണ്ണികൃഷ്ണൻ, വൈപ്പിൻ MLA. കേരളത്തിലെ പുതിയ തെരഞ്ഞെടുപ്പിന്റെ കേളികോട്ട് ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ വൈപ്പിൻ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ 100 കൊല്ലങ്ങൾക്കിടയിൽ വൈപ്പിൻ മണ്ഡലത്തിൽ നടക്കാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് ഞാൻ നേതൃത്വം നൽകിയത്. ഏതൊരു നാടിന്റെയും വികസനത്തിൽ ആ നാടിന്റെ പശ്ചാത്തല സൗകര്യ വികസനം വളരെ പ്രധാനമാണ്. ആ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഭാഗമായി നിലവിലുള്ള വൈപ്പിൻ പള്ളിപ്പുറം റോഡിന് 36 കോടി രൂപയുടെ KSTP പദ്ധതി ഞാൻ നടപ്പാക്കുകയുണ്ടായി. 750 കോടി രൂപ വൈപ്പിൻകരയുടെ തീരങ്ങളിൽ മാത്രം ചെലവഴിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ റോഡ് നടപ്പാക്കാൻ പോകുന്നത്. ആ തീരദേശ റോഡ് മുറിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി കോട്ടുകൊച്ചി അഴിമുഖത്ത് 2765 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കടലിനടിയിലൂടെയുള്ള ഒരു തുരങ്കപാത എന്നുള്ള ആശയം ഞാൻ മുന്നോട്ട് വെച്ചത്. അതിപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് കേരളയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു അതിന്റെ താല്പര്യപത്രം ക്ഷണിക്കുന്നതിന് വേണ്ടി. അതുപോലെ 142 കോടി രൂപ മുടക്കി മുനമ്പം അഴീക്കോട് പാലം ഒരു 100 കൊല്ലക്കാലത്തെ വൈപ്പിൻകരക്കാരുടെ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. മെയ് മാസത്തിൽ അത് കമ്മീഷൻ ചെയ്യും. വൈപ്പിൻകരയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ മേഖലകളിൽ വൈപ്പിൻകരയുടെ കിഴക്കു ഭാഗത്തു കൂടി ഒരു കായലോര റോഡ് അതിന്റെ DPR തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വലിയ ഗതാഗത കുരുക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ഗോശ്രീ പാലങ്ങൾ, ആ ഗോശ്രീ പാലങ്ങൾക്ക് സമാന്തരമായി 2 പാലങ്ങൾ ഞാൻ നിർദ്ദേശിക്കുകയും സർക്കാർ അത് അനുഭാവപൂർവ്വം പരിഗണിച്ചു വരികയാണ്. ചെറായിൽ നിന്നും പറവൂരേക്ക് ഉള്ള ന്യൂ ബൈപ്പാസ്, അത് ജിഡയുടെ പദ്ധതിയാണ്. അതും നടക്കാൻ പോകുന്ന പദ്ധതികളിൽ ഒന്നാണ്. അതുപോലെ കടമക്കുടി ചാത്തനാട് പാലം കടമക്കുടി പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറുന്ന ഒന്നാണ്. നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ 12-ാം തീയതിക്ക് മുമ്പ് അത് ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. ഇങ്ങനെ പശ്ചാത്തല സൗകര്യ വികസന മേഖലകളിൽ റോഡുകളും പാലങ്ങളും അതിവേഗം നിർമ്മാണം പൂർത്തീകരിച്ചതും നടക്കാനിരിക്കുന്നതുമായ പദ്ധതികൾ ഉൾപ്പെടെ 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. മത്സ്യമേഖല ആയിട്ടുള്ള ഒരു പ്രദേശമാണ് വൈപ്പിൻകര എന്ന് നിങ്ങൾക്കറിയാം. കടലാക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള ദീർഘകാല പദ്ധതി 3 കടപ്പുറങ്ങളിൽ നമ്മൾ ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വൈപ്പിൻകര പൊതുവെ മത്സ്യമേഖലയായി കണക്കാക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് വൈപ്പിൻകരയുടെ ചരിത്രത്തിൽ ആദ്യമായി മുനമ്പം ഹാർബർ, ചരിത്രമിറങ്ങുന്ന മുനമ്പം ഹാർബർ അത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി 200 കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടിയുള്ള സാഗർമാലയിൽ ഉൾപ്പെടുത്തി 200 കോടി രൂപയുടെ മുനമ്പം ഹാർബർ വികസനം അതിന്റെ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അത് കേന്ദ്രത്തിന് നൽകാൻ പോവുകയാണ്. അതുപോലെ കാളമുക്ക് ഹാർബർ ഇതേവരെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഹാർബർ പ്രവർത്തിച്ചതെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഹാർബർ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് നമ്മൾ നാടിന് വേണ്ടി സമർപ്പിക്കാൻ പോവുകയാണ്. അതുപോലെ മത്സ്യവിഭവങ്ങളുടെ സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി 7 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് കാളമുക്കിൽ നമ്മൾ സംസ്കരണ യൂണിറ്റ്, മത്സ്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കുന്നത്.